ഡൽഹിയിലെ CJP സമരത്തെ പിന്തുണച്ചുകൊണ്ട് കൊച്ചിയിൽ പരിപാടി സംഘടിപ്പിച്ചതിൽ കേസ് എടുത്തിരിക്കുന്നു. റാപ്പർ വേടൻ പങ്കെടുത്ത പനമ്പിള്ളി നഗറിലെ പരിപാടിക്ക് എതിരെയാണ് കേസ്. പോലീസിന്റെ അനുമതി ഇല്ലാതെ പരിപാടി നടത്തി എന്നതിനാണ് കേസ്. നവമി ദിനേശാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നവമി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഈ പ്രതിഷേധങ്ങൾ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ മുഖങ്ങളിൽ ഒന്നാണ്. അങ്ങനെയുള്ള പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്, അത് നമ്മുടെ അവകാശമാണ്. പക്ഷേ അത്തരം പ്രതിഷേധങ്ങൾ നടത്തുമ്പോഴും ആ പ്രതിഷേധം നടത്തേണ്ട രീതികളുണ്ട്, അതിന് നിയമപരമായ ചില ചട്ടങ്ങൾ ഉണ്ട്. ഇവിടെ ഈ പ്രതിഷേധത്തിന് അനുമതി തേടിയില്ല എന്നതാണല്ലോ. അതായത് ഈ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സമരങ്ങളുണ്ട്, പ്രതിഷേധങ്ങളുണ്ട്. അതിനപ്പുറത്ത് ഇത് നേരത്തെ തന്നെ നിശ്ചയിച്ച പ്രതിഷേധമായിരുന്നു. എന്തുകൊണ്ടാണ് സംഘാടകർക്ക് അങ്ങനെ ഒരു പിഴവ് സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നവമി, അഭിലാഷ്, 22-ാം തീയതി വൈകിട്ട് 5 മണിയോടുകൂടിയാണ് വേടന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ സംഗമം അരങ്ങേറിയത്. അതിൽ രഞ്ജിനി ഹരിദാസ് അടക്കമുള്ളവരുണ്ടായിരുന്നു. ഒപ്പം സിനിമാ മേഖലയിലെ പ്രമുഖർ, സാംസ്കാരിക മേഖലയിലെ കലാകാരന്മാർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു, ഗായകരുണ്ടായിരുന്നു, അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു, ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിലുള്ളവരുണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു സംഘം ആളുകളുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് വൈകിട്ട് പനമ്പള്ളി നഗറിന് പാർക്കിന് സമീപത്തുള്ള റോഡിൽ പൊതുനിരത്തിലാണ് ഇവരൊരു പരിപാടി സംഘടിപ്പിച്ചത്. ഒരു വാഹനമൊക്കെ നിരത്തിലിട്ടുകൊണ്ട് അല്ലെങ്കിൽ വാഹനം തടഞ്ഞു നിർത്തിക്കൊണ്ടുള്ള ഒരു സമര പരിപാടിയായിരുന്നു അന്ന് അവരവിടെ നടത്തിയത്. അതിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തത്. പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നതനുസരിച്ച് അന്ന് ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചു എന്ന് അറിഞ്ഞതോടുകൂടി തന്നെ പോലീസ് അങ്ങനെ ഒരു പൊതുനിരത്ത് തടഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പൊതുഗതാഗതത്തെയോ യാത്രക്കാരെയോ തടസ്സം വരുത്തുന്ന തരത്തിൽ അവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിയില്ല എന്ന നോട്ടീസ് നൽകുകയും ചെയ്തു. ആ നോട്ടീസ് കൈപ്പറ്റിയിട്ടും അവർ വീണ്ടും അത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് 100 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കണ്ടാൽ അറിയാവുന്ന 100 പേർക്കെതിരെയാണ് കേസെടുത്തത്. അതിൽ വേടനുണ്ട്, വേടന്റെ മാനേജർ വിഘ്നേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോലീസ് നൽകുന്ന വിശദീകരണം, അവിടെ ഗതാഗത തടസ്സം ഉണ്ടാക്കരുത്, യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ അവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആ നോട്ടീസ് കൈപ്പറ്റിയിട്ടും അത് വകവയ്ക്കാതെ വീണ്ടും അവിടെ ആ പ്രതിഷേധ സംഗമം തുടർന്നതിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതാണ് നവമി സൂചിപ്പിക്കുന്ന പോലെ, അതായത് മുൻകൂർ അനുമതി വാങ്ങേണ്ടതുണ്ട്, ഒപ്പം പോലീസിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. അതുണ്ടായില്ല എന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പ്രതിഷേധത്തിനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.